ഗൈസ്, ഇന്ന് ഞങ്ങൾ വരുന്നത് നമ്മുടെ മാമിയിലെ പൂന്തോട്ടത്തിലേക്കാണ്. വായോ ആദ്യം തന്നെ മാമിയിലെ ജമന്തി പൂവിനെ കുറിച്ച് പറയാം. ഇവിടെ നല്ല വെയിലാണ്, ഇതാ നല്ല ജമന്തി. ഒരു ചെടിയിൽ തന്നെ ഒരുപാട് പൂക്കളെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഒരു തണ്ടിലും രണ്ട് തണ്ടിലും അടുത്തത് വാഴച്ചെടിയാണ്. അത് നല്ല മജന്ത കളറിലുള്ള ഒരു വാഴച്ചെടിയാണ് ഈ നിൽക്കുന്നത്. അതുപോലെ ജമന്തി, പിന്നെ ജമന്തിയിൽ ഒരുപാട് പൂക്കളുണ്ട്. പിന്നെ റോസയുണ്ട്, റോസാപ്പൂ പൊഴിഞ്ഞു പോയി. ബന്ദി, സൂര്യകാന്തി, കളർ തെറ്റി ഒക്കെ ഉണ്ട്. പല തരത്തിലുള്ള തെറ്റിപ്പൂക്കളുണ്ട്, തുളസിയുണ്ട്. ഇവിടെ നല്ല വെയിലാണ്. ഈ വെയിൽ ഭാഗത്താണ് മാമി നട്ടിരിക്കുന്നത്. രാവിലെയും വൈകിട്ടും വെള്ളം കോരാറുണ്ട്. വെള്ളം കോരിയാണ് ഈ പൂക്കളൊക്കെ ഉണ്ടാകുന്നത്. അതാ കൃഷ്ണ തുളസി, അതുപോലെ തന്നെ കളർ ചീരച്ചെടി, പിന്നെന്താ സൂര്യകാന്തി. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ മാമി ഇഞ്ചി നട്ടിട്ടുണ്ട്. താണ്ട നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞല്ലോ, ഞാൻ കൃഷി ചെയ്യുമ്പോൾ അടുത്ത ചെടികൾ നട്ടാൽ ഒരു പ്രാണികളും വരില്ല. പിന്നെ നമ്മൾ അടുത്ത ചെടിയിലേക്ക് പോവാം. മാമി കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ചു തന്നിട്ട് മുളക്, അതിലെ വലിയ മുളക് നോക്കി പുറത്ത് വെയിലത്ത് വെച്ചിരിക്കുകയാണ്. ഇത് വാട്ടി വെള്ളം ചൂടാക്കി അതിലിട്ട് വാട്ടി ഉപ്പ് ഇട്ട് വാട്ടിയെടുത്ത മുളകാണ്. അതുപോലെ വേറൊരു സൈസ് ചീര പോലത്തെ ചെടിയാണിതാ, കണ്ടു നോക്കൂ. നല്ല ഭംഗിയാണ് കാണാൻ. പിന്നെ ഇവിടെ ജമന്തികളുണ്ട്. ഇതാ അടുത്ത ജമന്തി പൂവ്, വെള്ള റോസ, അതുപോലെ തന്നെ സാധാ റോസ കളർ. അത് പൂ കുഴിഞ്ഞു പോയി. ഞങ്ങൾ ഇതൊക്കെ പരിചയപ്പെടുത്താൻ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ വർഷം ഓണത്തിന് ഞാനും എൻ്റെ വീട്ടിലും ഞങ്ങളുടെ മാമിയുടെ വീട്ടിലും ഓണത്തിന് അത്ത ഇട്ടതെല്ലാം ഈ വീട്ടിലെ 2 വീട്ടിലെ പൂക്കൾ കൊണ്ടാണ്. എല്ലാ വർഷവും ഞങ്ങൾ പൂ വാങ്ങാറുണ്ട്. 100 രൂപയ്ക്കൊക്കെ പൂ വാങ്ങിയാണ് അത്ത ഇടാറ്. പക്ഷേ ഇപ്രാവശ്യം ഇവിടെ നിന്നും എൻ്റെ വീട്ടിൽ നിന്നും ഇവിടുത്തെ വീട്ടിൽ നിന്നുമുള്ള പൂക്കൾ കൊണ്ടാണ് നമ്മൾ ഈ വർഷത്തെ അത്ത ഇട്ടതും. നമ്മുടെ പൂജ വെപ്പിനും എല്ലാം, വിളക്ക് വെപ്പിനും എല്ലാം ഈ പൂക്കളാണ് ഉപയോഗിച്ചത്. അപ്പം എല്ലാവരും എല്ലാ വർഷവും ഇതുപോലെ പൂക്കളൊക്കെ വെച്ച് നട്ടുപിടിപ്പിച്ച ഓണ സമയത്ത് നമുക്ക് പൂക്കളൊന്നും ഇല്ല. ആ ഓണം കഴിഞ്ഞിട്ടൊന്നും കണ്ടോ, ഇതെല്ലാം നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട്. പുറത്തുനിന്ന് നമുക്ക് പൂ വാങ്ങേണ്ട ആവശ്യം വന്നില്ല. പിന്നെ നമ്മളെ വീട്ടിന് പുറകിലായിട്ട് ചെമ്പരത്തി പൂ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം ഇതെല്ലാവരും ഈ ചെടികളൊക്കെ ഇങ്ങനെ നട്ടുപിടിപ്പിച്ചാൽ നമുക്ക് ഒരേ വർഷത്തിലും ഓണമൊക്കെ ആകുമ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോൾ പുറത്തുനിന്ന് പൂ വാങ്ങേണ്ടി വരില്ല. അതിന് കൂടി വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ഇപ്പം നമ്മളിട്ടത്. വേറൊരു ജാതി ചെടിയുണ്ട്, അതും ഒരുപാടുണ്ട്. പിന്നെതാ മാമിൻ്റെ ഔഷധ ചെടിയായ കറ്റാർ വാഴ. കണ്ട മാമി ഇത് ഉപയോഗിച്ചാണ് എണ്ണ കാച്ചി തലയിൽ തേക്കാറ്. നമുക്കും തരും. അങ്ങനെ ഒരുപാട് പൂക്കളുണ്ട്. തെറ്റി, പിന്നെ വേറൊരാളെ കാണിച്ചു തരാം. ഇതൊക്കെ നല്ല വെയിലുള്ളിടത്താണ് നിൽക്കുന്നത്. അത് കാരണമാണ് ഇങ്ങനെ വെയിൽ ചൂട് കൊണ്ട് മങ്ങി നിൽക്കുന്നത്. വേറൊരു ജാതി ചീരച്ചെടി. ഇതൊക്കെ നല്ല ഭംഗിയാണ്. വെയിൽ സമയമാകുമ്പോൾ ഒരുപാട് വാടി പോവാറുണ്ട്. എനിക്ക് ഇത് നമ്മുടെ വീട്ടിൻ്റെ ആദ്യം നമ്മൾ കണ്ട മാമിയുടെ വീട്ടിലതാണ്. ഇത് നമ്മുടെ വീട്ടിൻ്റെ മുന്നേ ഉള്ള കുറ്റിച്ചെടിയാണ്. കുറ്റിച്ചെടി നിറച്ചും പൂവാണ്. ഇത് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. പോലെ ഇട്ടുണ്ട്. അതുപോലെ തന്നെ മാമിയുടെ വീട്ടിൽ കണ്ട അതേ തരത്തിലുള്ള വേറെ ഒരു തെറ്റി. അത് ഒരുപാട് കളറില്ല, കളർ കുറവാണ്. അതുപോലെ തന്നെ ചീരയൊക്കെ വെയിൽ കൊണ്ട് വാടിപ്പോയി. റോസ് പിന്നെ കണ്ട നല്ല ഭംഗിയുള്ളൊരു ചെടിയാണ്. പിന്നെ നമ്മുടെ കത്തിരിക്ക, പുളിഞ്ചി. ഇതിപ്പം വെയിലായതുകൊണ്ട് ഈ പ്രാവശ്യം അധികം കായ്ച്ചില്ല. എന്നാലും ഒരുപാട് പുളിഞ്ചിക്ക ഉണ്ടാവാറുണ്ട് ഇതിൽ.
അപ്പോൾ ഇതാണ് നമ്മളെ വീട്ടിലെ വെള്ളത്തെറ്റി. നല്ല രസമാണ്. അതുപോലെ തന്നെ ഇതാണ്ട നല്ല റോസ് കളറിലൊരു പൂവുണ്ട്. പിന്നെ ഇത് നമ്മുടെ ഇലച്ചെടിയാണ്, നല്ല ഭംഗിയാണ് ഇത് കാണാൻ. പിന്നെ ഇവിടെ ചെമ്പരന്തി ഉണ്ട്. ഇത് നല്ല വരയനിലയുള്ള നല്ല നല്ല ചെടിയാണ്. അതുപോലെ തന്നെ കുറ്റിച്ചെടി, നല്ല രസമാണ് കുറ്റിച്ചെടി. ഇത് കണ്ട നല്ല മോഡൽ ചെടിയാണ്. ഇതും അതുപോലെ തന്നെയാണ്. ഇത് നമ്മുടെ മുത്തുച്ചെടിയാണ്. ഇത് ഒരുപാടൊക്കെ വെള്ളമൊന്നും ഒഴിക്കാൻ എനിക്ക് പറ്റിയില്ല. എനിക്ക് കണ്ണിന് സുഖമില്ല, അത് കാരണമാണ് കണ്ണാടി വെച്ചിരിക്കുന്നത്. അത് കാരണമാണ് ഇതിലൊന്നും പൂവില്ലാത്ത കാരണം ഇതെല്ലാം വെയിൽ കൊണ്ട് വാടി ഇരിക്കുകയാണ്. ഇതാ വാഴച്ചെടി, അതുപോലെ നമ്മുടെ സന്തോഷം. ഇതാ ഈ ചെടിയുണ്ടോ, ഇത് ഇലയാണ്. ഇലയിൽ ഇത് കണ്ണ് കണ്ട, ഇത് ഗോള് പോലെ ഉണ്ട്. കണ്ട എന്തൊരു ഭംഗിയാണെന്ന് അറിയാമോ. ഇതിന് ഡിസൈനാണ്. ഇതിനൊന്നും വെള്ളം കിട്ടുന്നില്ല. അതുപോലെ തന്നെ നമ്മളെ കൊച്ചു ഇതേ നല്ല ഭംഗിയാണ് ഇത് കാണാൻ. ഇതിനൊന്നും ഇവിടെ ഉണ്ട്.